സന്തോഷി വീടുകളുടെ മുമ്പിൽ തുളസിത്തറയും തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും അപൂർവം ചിലയിടത്തൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വിശ്വാസ്യത? അതിന്റെ ഭക്തിയുടെ അന്തരീക്ഷമാണോ, വിശ്വാസത്തിന്റെ പ്രതീകത്തിന്റെ ഭാഗമാണോ, അതോ മറ്റേതെങ്കിലും ശാസ്ത്രീയമായ ഈ ഈ വീട്ടിൽ ജീവിക്കുന്ന നമ്മുടെ മനുഷ്യരുണ്ടല്ലോ, മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതെ അതെ, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ശാസ്ത്രീയമായ മികവ് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ? എന്താണ് അതിന്റെ അടിത്തറ? എന്താണ് അതിന്റെ വിശ്വാസം? എന്താണ് കാരണം? അതെയോ ഈ സാധനം ഒഴിവാക്കേണ്ടതാണോ? സിലിണ്ടർ കുറ്റി പോലെ വീടിന്റെ മുന്നിൽ വെക്കുന്ന ഈ തുളസിത്തറ ഒഴിവാക്കേണ്ടതാണോ? അതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ? അതാണല്ലോ ചോദ്യം. മനുഷ്യരാശിക്ക് അല്ല ജീവരാശിക്ക് ഗുണകരമായ കാര്യമാണോ എങ്കിൽ അത് എങ്ങനെയുള്ളതാണ്? ഓക്കെ. ഇപ്പോ വീടുകൾ നിർമ്മിക്കുമ്പോൾ പലപ്പോഴും പലരും തുളസിത്തറ വീണ്ടും സജീവമായിട്ട് വേണം എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ കുറച്ചുപേര് പറയുന്നത് ഇത് തികച്ചും അശാസ്ത്രീയമാണ്, ഇത് അന്ധമായിട്ടുള്ള വിശ്വാസമാണ്, അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് തുളസിത്തറ എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ എന്താണ് തുളസിത്തറ എന്നുള്ളതിന്റെ അതിന്റെ ശാസ്ത്രീയത മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം. ഞാൻ സന്തോഷം. അതിന് എന്തെങ്കിലും മനസ്സിലാകായികയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശനാത്മകമായിട്ട് തന്നെ ചോദിക്കണം. അതായത് സസ്യലോകത്തെ നമ്മൾ രണ്ടായിട്ട് മാറ്റി നിർത്തുമ്പോൾ, അതായത് പുരുഷഭാവവും സ്ത്രീഭാവവും ഉണ്ട് സസ്യലോകത്തിൽ. ജാതി മുതലേ മുകളിലേക്കുള്ളത് പുരുഷഭാവവും, അതായത് തേക്ക്, ഈട്ടി, ആഞ്ഞിലി, പേരാൽ, അരയാനെല്ലാം പുരുഷഭാവത്തിലാണ്. എന്നാൽ ജാതി തൊട്ട് താഴത്തേക്ക്, ജാതിക്ക് 2 ജാതിയും ഉണ്ട് അതിനകത്ത്, അതാണ് ജാതി. അതിന്റെ താഴത്തേക്കുള്ളത് സ്ത്രീഭാവമാണ്. രാജമല്ലി, ചെത്തി, ചെമ്പരത്തി എല്ലാം സ്ത്രീഭാവമാണ്. അതിനെയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. ലക്ഷ്മി ലോകത്തിൽ പെടും ഈ ചെടികളെല്ലാം, ജന്തുലോകവും എല്ലാം ലക്ഷ്മി ലോകത്തിൽ പെടുന്നതാണ്. ആ ലക്ഷ്മി ലോകത്തിലെ ദുർഗാഭാവത്തിലുള്ള, അതായത് ചെറിയ സസ്യങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള സസ്യം, തുലന സമാനതകളില്ലാത്ത സസ്യമാണ് തുളസി. 20 മണിക്കൂർ ഓക്സിജനും 4 മണിക്കൂർ ഓസോണുമാണ് സംശ്ലേഷണം ചെയ്യുന്നത്. അപ്പോ ഇത് പൂർണ്ണമായിട്ടും ഔഷധിയാണ്, മറ്റ് തുലന സമാനതകൾ ഇല്ലാത്തതുമാണ്. അങ്ങനെയുള്ള ഓക്സിജനെ സംശ്ലേഷണം ചെയ്യുന്ന നമുക്ക് തരുന്ന ആ സസ്യത്തെ നമ്മുടെ തിരുമുറ്റത്തില് നട്ടു വളർത്തിയാൽ, അത് നമ്മളുടെ വീടിന്റെ തറയ്ക്കൊപ്പം പൊക്കത്തിൽ ഉയരം നിശ്ചയിച്ചുകൊണ്ട് ആ തുളസിത്തറയിൽ തുളസി നട്ടു പരിപാലിച്ചാല് നമുക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓക്സിജനാണ്. ഓക്സിജനെ നമുക്ക് തരുന്ന ഒരു ചെടിയെ നമ്മൾ മുറ്റത്ത് വളർത്തുന്നു, നമുക്ക് നല്ല അമൃതവായുക്കളെ ശ്വസിക്കാനായിട്ട്, നമുക്ക് നല്ല ചിന്താശക്തിയെ തരുന്ന, നമുക്ക് ആരോഗ്യത്തെ തരുന്ന ഒരു ചെടിയെ നമ്മൾ നട്ടുപരിപാലിക്കണം. നമ്മളിപ്പോ പെറ്റ് അനിമൽസിനെ വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് ചെടികളെയും നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ വീടുകളിലേക്ക്, നമ്മളുടെ തൊടികളിലേക്ക് കൊണ്ടുവരാൻ പണ്ട് കാലം മുതലേ ജനങ്ങള്, നമ്മുടെ പൂർവികര് ശ്രമിച്ചിരുന്നു. അതിന്റെ ഔഷധ ഗുണങ്ങൾ അറിയുമ്പോഴാണ് ഇത് നമ്മളുടെ തൊടികളിൽ ഈ ചെടികളെല്ലാം വേണമെന്ന് വിചാരിക്കുന്നത്. അത് നമ്മുടെ തിരുമുറ്റത്തേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ചെടികൾ പറഞ്ഞാൽ, തുമ്പയ്ക്കൊക്കെ അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. ശൈവശക്തിയുടെ ഏറ്റവും പൂർണ്ണ പരിശോഭിതമായിട്ടുള്ള അവസ്ഥയിലാണ് ശിവൻ ചൂടി നിൽക്കുന്നത്. ഈ ഭൂമി ചൂടി നിൽക്കുന്നത് തുമ്പയാണ്. ശിവൻ ഏതെങ്കിലും ഒരു പൂവ് തലയിൽ ചൂടിയിട്ടുണ്ടെങ്കിൽ അത് തുമ്പയാണ് എന്ന് പറയുന്നത് ശുഭ്രമായിട്ടുള്ള തുമ്പയാണ്. ആ തേന്റെ കുടമാണ് ശിവൻ ശിരസിൽ ചൂടുന്നത്. തേൻ കുടമാണ് തുമ്പക്കുടം. അതും നമ്മുടെ മുറ്റത്താവാം, മുക്കുറ്റിയാവാം. മുക്കുറ്റി പാർവതിയാണ്. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള അമൃതമായിട്ടുള്ള ഔഷധിയാണ് മുക്കുറ്റിയിൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ അതിലും എല്ലാം ഉപരിയായിട്ട് നിൽക്കുന്ന മറ്റ് ഒരു മാതൃകയുമില്ലാത്ത ഒരു സസ്യമാണ് തുളസി. ഇപ്പൊ തുളസിത്തറ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ഭൂമുഖത്ത് ഓക്സിജന്റെ കണക്ഷൻ എടുത്ത ഒരവസ്ഥയായിരിക്കും തുളസിത്തറ. അതുകൊണ്ടാണ് നമ്മള് തുളസിത്തറ വലിയ വീടുകളിൽ, ജനസംഖ്യ കൂടുതലുള്ള വീടുകളിൽ തീർച്ചയായിട്ടും തുളസിത്തറ മസ്റ്റാണ്. 4 കെട്ട്, 8 കെട്ട്, 16 കെട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുളസിത്തറ നിർബന്ധമാണ്. കാരണം അവിടെ വായുവിന്റെ, അമൃതവായുവിന്റെ സാമീപ്യം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എന്തിനെ നട്ടുപരിപാലിച്ചാൽ അത് കിട്ടുമോ അതെല്ലാം അവിടെ ആവശ്യമാണ്. ക്ഷേത്രങ്ങളിൽ ഒരുപാട് ആളുകൾ വന്ന് തിങ്ങി നിറയുന്ന ക്ഷേത്രങ്ങളിൽ ആൽമരങ്ങൾ ആവശ്യമാണ്, നാൽപ്പാമരങ്ങൾ ആവശ്യമാണ്. നിരവധി ജനങ്ങൾ തിങ്ങി നിറയുന്ന ക്ഷേത്രങ്ങളില് ഈ തുളസി മാത്രം പോരാ, വലിയ ആൽമരങ്ങൾ വേണം, നാൽപ്പാമരങ്ങൾ വേണം.
അപ്പൊ വായുവിനെ ഇളക്കുന്ന രീതിയിലുള്ള ആളുന്നതായിട്ടുള്ള ആൽമരങ്ങൾ അവിടെ വേണം. എന്നാലാണ് ഈ പ്രകൃതിയെ ക്ഷാരഗുണത്തിൽ നിന്ന് ക്ഷീരഗുണത്തിലേക്ക് മാതൃഗുണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത്. അപ്പോഴാണ് ആ സാത്വികത നമുക്ക് അവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. ഉഷ്ണത്തെ തടുക്കുവാൻ, ശൈത്യത്തെ ഏകുവാൻ കഴിയുന്നത്, അമ്മയുടെ മാതൃത്വത്തിന്റെ ആ കുളിർമ അവിടെ അനുഭവിക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള വൃക്ഷങ്ങൾ നടുമ്പോഴാണ്. അപ്പൊ ഒരുപാട് ആളുകൾ തിങ്ങി നിറയുന്ന ഇടങ്ങളിലെല്ലാം, ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം നാൽപ്പാമരങ്ങൾ നടും. അത്തി, ഇത്തി, പേരാൽ, അരയാല് തുടങ്ങിയ വൃക്ഷങ്ങളെ കൊണ്ട് പാലനം ചെയ്യിക്കും. അപ്പൊ നമ്മളുടെ വീടുകളില് വീടിന്റെ തൊട്ടുപറ്റ ഉദ്യാനമാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വൃക്ഷങ്ങൾ വീടിന്റെ തൊട്ടടുത്ത് നടാനായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നില്ല. അപ്പൊ അവിടെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ചെറുവൃക്ഷങ്ങളും ചെടികളും ലതകളുമാണ്. ആനന്ദത്തെ ഏകുന്ന നന്ദന്മാർക്ക് ഉദ്യോഗമേകുന്ന ചെറുവൃക്ഷങ്ങളും ചെടികളുമാണ് വീടുകളിൽ പറഞ്ഞിരിക്കുന്നത്. ആ ചെടികളിൽ വിരിയുന്ന ചെറിയ പൂക്കളിലാണ് നമ്മുടെ വസന്തം, വലിയ ജീവിതത്തിന്റെ വസന്തം കൂടുകൂട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെടികളുടെ ലോകത്ത് ഏറ്റവും വലിയ റാണി, മൂലമന്ത്രമുള്ള ഒരു ചെടി, ഏറ്റവും ചെറിയ തുളസി. ഓക്സിജൻ, നമ്മളുടെ അമൃതവായുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരുമുറ്റത്ത് നടേണ്ടത്. അത് അകത്തേക്ക്, വായു പാറലായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അത് അകത്തേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക്, നമ്മളുടെ വീടിന്റെ അകങ്ങളിലേക്ക് ആ വായു കയറി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് തറയ്ക്കൊപ്പം പൊക്കത്തിലാണ് തുളസി നടേണ്ടത്. അതുകൊണ്ടാണ് നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തുളസിത്തറ വേണമെന്ന് പറയുന്നത്. 4 കോണിൽ നിന്ന് 4 ഭൂതങ്ങളുടെ എനർജിയും നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ ഖണ്ഡം നിരൂപണം ചെയ്ത നമ്മൾ വസിക്കുന്ന ആ ഭൂഖണ്ഡത്തിലേക്ക് നല്ല അമൃതവായുക്കളെ ഇന്ദ്രപീഠത്തിൽ നട്ട് നനച്ച് വളർത്തിക്കൊണ്ട് നല്ല സ്ത്രീത്വമുള്ള ഒരു പ്രദേശത്തെ, ശ്രീചക്രത്തിന്റെ കരുത്തുള്ള ഒരു പ്രദേശത്തെ സൃഷ്ടിക്കുകയാണ് തുളസി തറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുളസി തറയിൽ മാത്രമല്ല, ആ തുളസി തന്നെ തുളസി വനമാകുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. അങ്ങയുടെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് വിവാഹവേദികളിലെ ഓക്സിജന്റെ റിംഗ് ആണത് തുളസിമാല എന്ന് പറഞ്ഞത്. സഭാകമ്പം ഇല്ലാതെയാണല്ലോ വരുന്നത്. അതെ. എന്ന് വെച്ചാൽ നമ്മൾ അമൃതവായുക്കളുടെ റിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും നമുക്ക് ബോധത്തെ തരുന്ന ആ തുളസി തന്നെയാണ് നമ്മളുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കേണ്ടത്. നമ്മളുടെ കുട്ടികളെ ചിന്തിപ്പിക്കുവാനും നല്ല ആരോഗ്യത്തോടെ കളിക്കുവാനും ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒക്കെ കഴിയുന്ന ആ തുളസിയെ തന്നെയാണ് നമ്മൾ ഭൂമുഖങ്ങളിൽ നട്ട് വളർത്തേണ്ടത്. പഠിക്കുമ്പോൾ കുറച്ച് തുളസിയില നമ്മൾ വായിക്കുമ്പോൾ, ഇത് മതപരമായിട്ടുള്ള ഒരു ചടങ്ങല്ല കേട്ടോ, മതപരമായിട്ടുള്ള ചിന്തകളല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്. പഠിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തുളസിയില നമ്മുടെ മുടിയിൽ ചൂടാം. ആൺകുട്ടികളാണെങ്കിൽ ചെവിയിൽ ചൂടാം. ഇല്ലെങ്കിൽ പഠിക്കുന്നിടത്ത് വായുവിന്റെ സഞ്ചാര മാർഗത്തിൽ നമുക്ക് ശ്വസിക്കാൻ പാകത്തിനുള്ള ഇതില് കുറച്ച് തുളസിയില വെള്ളം നനച്ച് അവിടെ വെക്കാം. അപ്പോ അവിടെ സംശ്ലേഷണം നടന്നുകൊണ്ടിരിക്കും, ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവും, നമുക്ക് പഠിക്കുവാനായിട്ട് ഒരു അന്തരീക്ഷം അവിടെ കിട്ടും. നല്ല വായുവിന്റെ സഞ്ചാരം തീർച്ചയായിട്ടും നമുക്ക് ആ മുറികളിൽ, പഠനമുറികളിൽ ആവശ്യമാണ്. അപ്പൊ അതിന് പുറത്ത് തുളസിത്തറ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുളസി വനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കുപ്പിയിലെ ഒരു തുളസിത്തണ്ടിട്ട് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ തന്നെയും കുറച്ചും കൂടെ പഠനത്തിന് വളരെ എളുപ്പം കിട്ടും. അധികം ദിവസം ഇരിക്കും കേട്ടോ. തുളസി വെള്ളത്തിൽ കുപ്പിക്കകത്തിട്ട് വെച്ചാൽ ഒത്തിരി ദിവസം ഇരിക്കും. ഒത്തിരി ദിവസം ഇരിക്കും. ഇപ്പൊ നമ്മളെ പുഷ്പാഞ്ജലി പോലെ നമ്മള് ഇത് ഞാനിപ്പോഴും ആവർത്തിച്ച് പറയുന്ന മതപരമായിട്ടുള്ള ഒരു ചിന്തയിലേക്കല്ല ജനങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു വാഴയില തുമ്പില് അല്ലെങ്കിൽ ഒരു ആലിലയില് ഒരു 2-3 മുക്കുറ്റി, 2 തുമ്പക്കുടം, കുറച്ച് തുളസിക്കതിര്, 2 മുല്ലപ്പൂവ് ഒക്കെ കൂടി വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഉണർവ് നമുക്ക് അനുഭവപ്പെടും. അത് നമ്മൾ ചൂടിയാലും കുഴപ്പമില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ പൂർവികര് ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചപ്പോൾ അവര് ആർജിച്ചെടുത്ത അറിവുകളാണ്. ഇത് നാട്ടുവൈദ്യത്തിന്റെ പട്ടികയിൽ പെടുന്നതും. വളരെ ശുദ്ധമായിട്ടുള്ള ജലമാണ് അതിന് കൊടുക്കേണ്ടത്. അന്ധവിശ്വാസങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല തുളസിയുടെ കാര്യത്തിൽ. തുളസിയിൽ നിന്ന് നമുക്ക് ഓക്സിജൻ കൂടുതൽ ആവശ്യമാണെങ്കിൽ
ഉദയത്തിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമുക്ക് വിളക്ക് വെച്ചാൽ തുളസിയിൽ നിന്ന് നമുക്ക് സംശ്ലേഷണം നേരത്തെ ആക്കിക്കൊണ്ട് നമുക്ക് ഓക്സിജനെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. അത് ശരി. അസ്തമയ സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ വിളക്ക് വെച്ചിട്ട് അസ്തമയ സമയത്ത് വിളക്ക് വെച്ചാൽ അത് തുളസിയുടെ തറയിൽ കത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ സംശ്ലേഷണം വീണ്ടും നമുക്ക് കൂട്ടുവാൻ കഴിയും. പ്രകാശത്തിൽ ആ ഇലകളിൽ നിന്നും ഓക്സിജനെ ജനിപ്പിക്കുവാൻ സംശ്ലേഷണം ചെയ്യിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അല്ല, ഇപ്പൊ പകൽ വെളിച്ചത്തിൽ അത് കിട്ടില്ലേ? ഉണ്ടല്ലോ, നമുക്ക് എക്സ്ട്രാ വേണമെങ്കിലാ പറഞ്ഞേ. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് അതിന്റെ സംശ്ലേഷണത്തെ കൂട്ടുവാനായിട്ട് അഗ്നിയെ കൊടുത്ത് അതിന്റെ സംശ്ലേഷണത്തെ കൂട്ടുക. തുളസിയെ കാണുമ്പോൾ നമ്മൾ തൊട്ട് തൊഴുന്നുണ്ടെങ്കിൽ ആ നമ്മൾ തൊട്ട് തൊഴുന്ന കൈക്കൊപ്പം നമ്മളുടെ കൂടെ വരുന്നത് ഓക്സിജൻ ആണ് എന്നറിയുക. തൊട്ട് തൊഴുന്നില്ലെങ്കിലോ അത് നമുക്ക് കിട്ടില്ല. ആ പ്രസാദമായിട്ട് കിട്ടുന്നത് നമ്മുടെ കൈ വരുന്ന പോലെ നമ്മുടെ കൂടെ വരുന്നത് ആ അമൃതവായുക്കളാണ്. അതുകൊണ്ടാണ് തുളസിയെ തൊട്ട് തൊഴുമ്പോൾ നമുക്ക് അമൃതവായുക്കളെ സമ്പാദിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ശ്വസിക്കാൻ നമ്മളുടെ പ്രാണനാളത്തിലേക്ക്. ഈ ശാസ്ത്രീയതയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഈ അന്തരീക്ഷത്തിൽ തന്നെ ഓക്സിജന്റെ സാമീപ്യം മരുഭൂമിവൽക്കരണത്തിലൂടെ കുറയുമ്പോൾ നമ്മൾ ഓക്സിജന്റെ കണ്ടന്റിനെ നിലനിർത്തുവാൻ, നമ്മളുടെ ശ്വസന പ്രക്രിയയെ സുഗമമാക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് തുളസി നടാം. അപ്പോ ഏറ്റവും നമ്മളുടെ സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനാണ് തുളസിത്തറ. അന്ധവിശ്വാസത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയണേ തറകെട്ടല്ലത്. അന്ധവിശ്വാസത്തിന്റെ തറയല്ല തുളസിത്തറ, ശാസ്ത്രവിശ്വാസത്തിന്റേതാണ്. അതിനകത്തെ ശാസ്ത്രീയത എടുത്ത് കളഞ്ഞിട്ട് നമ്മളുടെ അന്ധവിശ്വാസം അവിടെ വെച്ചാൽ അത് അശാസ്ത്രീയമാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു ചെടി, നമുക്ക് ഏറ്റവും നമ്മൾ ആശ്രയിക്കേണ്ട, നമ്മൾ അറിവ് കൊണ്ട് തൊട്ടു തൊഴേണ്ട ചെടിയാണ്. അന്ധവിശ്വാസം കൊണ്ടല്ല തുളസിത്തറയിൽ തൊട്ടു തൊഴേണ്ടത്. അതാണ് ആദ്യം അറിയേണ്ടത്. നമ്മളെ ലക്ഷീകരിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ചെടിയാകയാലാണ് അതിനെ ലക്ഷ്മി എന്ന് പറയുന്നത്. ഈ ചൂടിയാലും അവരെ ലക്ഷീകരിപ്പിക്കുവാനായിട്ട്, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ശേഷിയുള്ളതാണ്. അത്രയും അമൃതവായുക്കളെ അവർക്ക് നൽകുന്നതാണ്. നല്ല ചിന്തയെ ജനിപ്പിക്കുവാൻ, നല്ല ബ്രെയിനെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഇലകളാണ്, പാത്രങ്ങളാണ് ആ ചെടിയിലുള്ളത്. ഈ തുളസിയുടെ പൂവ് ഭയങ്കര ഔഷധമാണെന്നാണ് പറയുന്നത്. അതിന്റെ പൂവ് ഉണക്കി അതിന് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വിലയുണ്ട് ഇതിന്. അത് ഔഷധം ഉണ്ടാക്കാൻ വേണ്ടി അത് അതിന്റെ വിത്തിനൊരു ഗുണമാണ്, കതിരിനൊരു ഗുണമാണ്, ഇലയ്ക്ക് മറ്റൊരു ഗുണമാണ്, തണ്ടിന് മറ്റൊരു ഗുണമാണ്, വേരിന് മറ്റൊരു ഗുണമാണ്. ഒന്നും കളയുന്നില്ല. തുളസി നട്ട മണ്ണ് പോലും ഔഷധ ഗുണമുള്ളതായി മാറുമെന്ന് ശാസ്ത്രം. അത്രയും തുലന സമാനതകളില്ലാത്ത ആ സസ്യത്തെ അന്ധവിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് പെടുത്തരുത്. ശാസ്ത്രവിശ്വാസത്തിൽ അതിനെ കാണുക, അതിനെ നട്ടു പരിപാലിക്കുക. വളരെ സന്തോഷം.